ഒരു മാസത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരെ അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറുകയാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിമാരും നടത്താത്ത ഒരു പ്രത്യേകമായ ഒരു രീതി, അതാണ് വി ഡി സതീശനും കുടുംബവും ഇന്ന് നടത്തുന്ന ക്ലിഫ് ഹൗസിൽ, അതായത് ഗൃഹപ്രവേശനം. ഈ സാധാരണഗതിയിൽ പിണറായി വിജയനൊക്കെ ക്ലിഫ് ഹൗസിലേക്ക്, അതായത് മുഖ്യമന്ത്രിയായ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയ സമയത്തും ഉമ്മൻചാണ്ടിയൊക്കെ എത്തിയ സമയത്തൊന്നും ഈ ഗൃഹപ്രവേശനം എന്നൊരു വാക്ക് പോലും നമ്മൾ ഈ മന്ത്രിമാരുടെ ഇടയിൽ, അതായത് കേരളം ഭരിച്ച LDF ഉം UDF ഉം മാറി മാറി വെച്ച സമയത്ത് നമ്മളൊന്നും അവരുടെ വാക്കിൽ നിന്നും കേട്ടിട്ടില്ല ഗൃഹപ്രവേശനം. പക്ഷേ ഒരു ഗൃഹപ്രവേശനം എന്ന ഒരു വ്യത്യസ്തമായ ഒരു ചടങ്ങ്, അതായത് പാലുകാച്ച് ഉൾപ്പെടെയുള്ള ഒരു ചടങ്ങ് നടത്തിയായിരിക്കും വി ഡി സതീശനും ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും കൂടെ ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശനം നടക്കാൻ പോകുന്നത്. ഒരു മാസമായി ക്ലിഫ് ഹൗസ് അടച്ചിട്ടിരിക്കുന്നു. അതായത് അതിൽ ഒരു വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാക്കൾ താമസിക്കുന്ന, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ്റ് ഹൗസിലായിരുന്നു. അവിടുത്തെ അറ്റകുറ്റപ്പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇപ്പോൾ വി ഡി സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് മാറുകയാണ്. ഇവിടെ അറ്റകുറ്റപ്പണികൾ അവസാനിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും കയറി താമസിക്കാം എന്നൊരു നിലയിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് എത്തുന്നു. കാരണം ഇതിൻ്റെ മേൽനോട്ടമെല്ലാം തന്നെ പൊതുമരാമത്ത് വകുപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ചെറിയ തരത്തിലുള്ള പെയിൻറ്റിങ്ങും ഉൾപ്പെടെയുള്ളത് പുറം പണികൾ മാത്രമേ ഇനി ക്ലിഫ് ഹൗസിൽ അവശേഷിക്കുന്നുള്ളൂ. ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഒരു നവീകരണം ഒന്നും വേണ്ട, അതായത് വലിയ രീതിയിൽ ഖജനാവ് കാലിയാക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാധനങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് മാധ്യമങ്ങളടക്കം വി ഡി സതീശൻ്റെ മകളോടും ഒക്കെ ചോദിച്ചപ്പോൾ, ഭാര്യയോടുമൊക്കെ, അതായത് ഉണ്ണിമായോടൊക്കെ ചോദിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ആറ്റുകാൽ പൊങ്കാല ക്ലിഫ് ഹൗസിൻ്റെ നടയിൽ ആറ്റുകാൽ പൊങ്കാല ഇടണമെന്ന് ഉണ്ണിമായ ഒരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആറ്റുകാൽ അമ്മ വിചാരിച്ചാൽ അത് സാധിച്ചു തരും എങ്കിൽ അതൊരു വലിയൊരു സന്തോഷമാണ് എന്ന് അന്ന് ഉണ്ണിമായ മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളം ഒട്ടാകെ കണ്ടതാണ്. ആ ഒരു ആഗ്രഹം യഥാർത്ഥത്തിൽ ആറ്റുകാൽ അമ്മ സാധിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ. ദൗർഭാഗ്യവശാൽ നമുക്ക് ക്ലിഫ് ഹൗസിനകത്ത് ഈ നടക്കുന്ന ചടങ്ങുകളൊന്നും തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അത് സ്വകാര്യ ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ഒരു പ്രവേശനം വേണ്ട എന്ന് തന്നെയാണ് CMൻ്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ചടങ്ങായതുകൊണ്ട് തന്നെ അതിൽ സ്വകാര്യമായ ഒരു പരിപാടി, അതിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് ജനങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യം വേണ്ട. അങ്ങനെ മാധ്യമങ്ങൾ വരുമ്പോൾ അതൊരു പൊതുപരിപാടി എന്ന നിലയിലേക്ക് പോകും. അപ്പോൾ സ്വകാര്യ ചടങ്ങ് അത് അത്രത്തോളം പ്രാധാന്യത്തോടെ കൂടി ചെയ്യുന്ന ഒരു ഗൃഹപ്രവേശന ചടങ്ങ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം അത് മതി എന്നാണ് പറഞ്ഞത്. ഇപ്പം 6 മണിക്കാണ് ഗൃഹപ്രവേശനം എന്നാണ് CMൻ്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 6:30 കൂടിയാണ് വി ഡി സതീശനും കുടുംബവും ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് പോയിരിക്കുന്നത്. കൂടാതെ അതിനുശേഷം ഒരു 8:30 കൂടി വി ഡി സതീശൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടാതെ ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്ന ഒരു ചടങ്ങ്, അത് നമുക്കറിയാം. ഈ ക്ലിഫ് ഹൗസ് ഏറ്റവും 7 മുറികളുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു മുറിയാണ് ക്ലിഫ് ഹൗസ്. അതിൽ ആദ്യം EMS നമ്പൂതിരിപ്പാട് ആദ്യമായി മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അങ്ങനെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്താണ് ഈ ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിക്ക് താമസിക്കാനുള്ള ഒരു വേദി, അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ ഒരു വസതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ 7 മുറികൾ, കൂടാതെ ഈ ഗസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ നടത്താനും വലിയൊരു മീറ്റിംഗ് ഒക്കെ നടത്താനുമുള്ള ഒരു മുറികളും ഇവിടെയുണ്ട്. കൂടാതെ ഈ സന്ദർശകരടക്കം അല്ലെങ്കിൽ ഒരു പൊതു മീറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് കിഴക്കേ വശത്ത് ഒരു മുറിയാണ് ഇവിടെ തരപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനുശേഷം ക്ലിഫ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുമ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരെ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് മാറും. അവിടെ ചെറിയ തരത്തിലുള്ള ഒരു അറ്റകുറ്റപ്പണികളുണ്ട്. ഈ ഒരു മാസമായിട്ടും എനിക്ക് ഈ കണ്ടോൺമെൻറ്റ് ഹൗസ് കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പല വാർത്താ സമ്മേളനത്തിലും ഒരു അതിർത്തി അറിയിച്ചിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന വാർത്താ സമ്മേളനം AKG സെൻറ്ററിലാണ് നടത്തിയത്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ വലിയ രീതിയിലൊരു അതിർത്തി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ തന്നെ ദ്രുതഗതിയിലേക്ക് നവീകരണ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ വരും ദിവസങ്ങളിൽ പിണറായി വിജയൻ നേരെ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് മാറും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ.